ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ചിലർക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതാകുമ്പോഴാണ് തനിക്കും തന്റെ ഓഫീസിനും നേരെ അവർ ആക്ഷേപമുയർത്തുന്നത് എന്ന് മുഖ്യമന്ത്രി. പോറ്റി വിളിച്ചാൽ പോകേണ്ട വ്യക്തിയാണോ അടൂർ പ്രകാശ്? രണ്ട് പ്രതികൾക്കും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വരിയൊഴുക്കിയതിൽ ഉത്തരവാദി ആരാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സർക്കാർ ഒരു ഘട്ടത്തിലും SIT അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സോണിയാഗാന്ധിക്കൊപ്പം ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികൾ, ഒപ്പം അടൂർ പ്രകാശ് MPയും ആന്റോ ആന്റണിയും. ഈ ചിത്രം പുറത്തുവന്നതിലൂടെയാണ് വിഷയം ചർച്ചയായതെന്ന് മുഖ്യമന്ത്രി ആമുഖമായി പറഞ്ഞു. എങ്ങനെയാണ് രണ്ടു പ്രതികൾ സോണിയാഗാന്ധിയുടെ അടുത്തെത്തുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഒരാൾ സ്വർണം കട്ട വ്യക്തിയാണെങ്കിൽ മറ്റൊരു വ്യക്തി ആ കട്ട സ്വർണം വാങ്ങിയ ആളാണ്. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവരെ എത്തിക്കുന്നതിൽ ഉത്തരവാദികൾ ആരാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത്? അതിൽ ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? ആരാണതിൽ അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരുമോ? കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയത് SIT പല കാര്യങ്ങളിലും വ്യക്തത തേടുന്നതിന്റെ ഭാഗമായാണ്. അതിന്റെ ഭാഗമായി ആരെയാണോ അവർക്ക് ചോദ്യം ചെയ്യേണ്ടത് അതവർ ചെയ്യും. ഞങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് അവർ നേരത്തെ പറയാറില്ലെന്നും പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം. അപ്പം അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്, അതവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ്? അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ചു പോകട്ടെ. അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ. എന്തിനാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? അതാണ് ഞങ്ങൾക്കതിലുള്ള നിലപാട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അന്വേഷണം വേണം എന്നത് സർക്കാരിന്റെ ആവശ്യമായിരുന്നു. ഒരു തരത്തിലെ ഇടപെടലും സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CBI അന്വേഷണത്തിൻ്റെതായ ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പൊതുവിൽ കാണുന്നില്ല. കാരണം അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുകയാണ്, അന്വേഷണം ക്രമപ്രകാരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവർ ചോദ്യം ചെയ്യണമെന്ന് കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം SITക്ക് ഉണ്ടാവും. അവരത് ഉപയോഗിക്കുകയും ചെയ്യും. അത് ആ നിലക്ക് നടക്കട്ടെ. കൈരളി, തിരുവനന്തപുരം.